ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ ദിസ് എന്ന് പറഞ്ഞ കീവേഡിനെ കുറിച്ചാണ് അറിയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ദിസ് എന്ന കീവേഡ് ജാവാസ്ക്രിപ്റ്റ് ഒരു ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റുകൾ നമുക്ക് എഴുതാം. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ കീ വാല്യൂ പെയറുള്ള ഒരു ഡാറ്റ ടൈപ്പാണ് ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഇത് പ്രിൻറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് A1 B2 ഇതേപോലെ തന്നെ പ്രിൻറ്റ് ചെയ്തു. ഇനി ദിസ് ഇവിടെ എവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ വാല്യൂ ഒരു ഫംഗ്ഷനാണെന്നിരിക്കട്ടെ. ഇനി നമ്മൾ ഒബ്ജക്റ്റ് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? അതിനകത്ത് A ഉണ്ട്, Bയിൽ 2 ഉണ്ട്, Cനകത്തൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് C എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കാം. നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഹലോ പ്രിൻറ്റ് ചെയ്തു. മനസ്സിലായില്ലേ? ഓക്കെ, നമുക്കിനി ഹലോന് പകരം ഇവിടെ ദിസ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. എന്താ പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ട ദിസ് പ്രിൻറ്റ് ചെയ്തപ്പോഴും നമ്മൾ നേരത്തെ മൈ ഒബ്ജക്റ്റ് പ്രിൻറ്റ് ചെയ്തപ്പോഴും രണ്ടും ഒന്നാണ്. രണ്ടും സെയിമാണ്. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലെ ഒരു ഫങ്ഷനിൻ്റെ ഉള്ളിൽ ഒരു ദിസ് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒബ്ജക്റ്റ് തന്നെ ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് സ്വതവേ മിക്കവാറും ലാംഗ്വേജുകളിലൊക്കെ C++ ആയാലും ജാവ ആയാലും ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് തന്നെ, ഏത് ഒബ്ജക്റ്റിനാണോ ദിസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ ഒബ്ജക്റ്റ് തന്നെ. ഓക്കെ, പക്ഷേ ജാവാസ്ക്രിപ്റ്റിൽ അവിടെ കൊണ്ട് തീരത്തില്ല. മനസ്സിലായില്ലേ? ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞത് ഫുള്ള് ഡൈനാമിക്കാണ്. അതായത് ഇപ്പോൾ ഈ ഫംഗ്ഷൻ ഇവിടെ ആവാം, നമുക്ക് ഈ ഫംഗ്ഷൻ തന്നെ എടുത്തിട്ട് നമുക്ക് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിടാം. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇവിടുത്തെ ഫംഗ്ഷനാണോ വേറെ സ്ഥലത്തെ ഫംഗ്ഷനാണോ ഏത് ഒബ്ജക്റ്റിലെ ഫംഗ്ഷനാണോ തന്നെ കൺഫ്യൂഷനാവും. ഒരു ചെറിയ ഉദാഹരണത്തിന് നമ്മളിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. var a ഈക്വൽ ടു ഈ മൈ ഒബ്ജക്റ്റ് ഡോട്ട് C എടുത്തിട്ട് അതിനകത്ത് കൊണ്ടുപോയിടാം. ഓക്കെ, എന്നിട്ട് നമ്മൾ a വിളിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ A എന്ന് വിളിക്കുന്നത് ഇപ്പോൾ ഈ ഫംഗ്ഷൻ രണ്ട് സ്ഥലത്തുണ്ട്. ഈ ഫംഗ്ഷൻ നമ്മൾ ഇവിടെയും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ഫംഗ്ഷൻ എടുത്ത് മൈ ഒബ്ജക്റ്റ് ഡോട്ട് C എടുത്തിട്ട് നമ്മൾ Aനകത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ A വിളിച്ചു കഴിഞ്ഞാൽ A വിളിച്ചു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ വിളിക്കും. ഓക്കെ, റിഫ്രഷ് അടിക്കുമ്പോൾ പക്ഷേ ദിസ് എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റ് അല്ല. ദിസ് എന്ന് പറയുന്നത് ഈ വിൻഡോ ആണ്. അതായത് ഈ മൊത്തം ജാവാസ്ക്രിപ്റ്റിൻ്റെ ഡോക്യുമെൻറ്റിൻ്റെ വിൻഡോ ആണ്. അപ്പോൾ ദിസ് മാറി. മനസ്സിലായില്ലേ? അപ്പോൾ സാധാരണ രീതിയിൽ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ ആ ഒബ്ജക്റ്റ് തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നാണ് സ്വതവേ ദിസിനെ കരുതിയിട്ടുണ്ടെങ്കിലും ജാവാസ്ക്രിപ്റ്റിൽ അങ്ങനെയല്ല. ജാവാസ്ക്രിപ്റ്റിലെ ദിസ് ഒരു ഫംഗ്ഷൻ ആര് വിളിക്കുന്നോ അതിൻ്റെ കോണ്ടെക്സ്റ്റാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നേരത്തെ നമ്മൾ മൈ ഒബ്ജക്റ്റ് ഡോട്ട് C എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു ഫംഗ്ഷൻ വിളിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തൊരു ഡോട്ട് വെച്ചിട്ട് വല്ലതും ഉണ്ടെങ്കിൽ അതാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയണത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഫംഗ്ഷൻ വിളിച്ചിരിക്കുന്നത് ഈ കോണ്ടെക്സ്റ്റിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ ഒബ്ജക്റ്റ് തന്നെ പ്രിൻറ്റ് ചെയ്യും. നേരെ മറിച്ച് A എന്ന് പറയുന്നത് നമ്മൾ ഈ ഒബ്ജക്റ്റ് എടുത്തിട്ട് Aയിൽ കൊണ്ടുപോയിട്ടു. A എന്ന് വിളിക്കുമ്പോൾ അതിന് കോണ്ടെക്സ്റ്റ് ഒന്നുമില്ല, ഒരു കോണ്ടെക്സ്റ്റും ഇല്ല. മനസ്സിലായില്ല? അപ്പോൾ ഇത് വിളിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനൊരു വിൻഡോ ആണ്. ഇതിൻ്റെ ജാവാസ്ക്രിപ്റ്റ് ഈ വെബ് പേജ് ഡെവലപ്പ് ചെയ്യുമ്പോൾ വിൻഡോ ആണ് ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ളൊരു ഒബ്ജക്റ്റ്. അതിൻ്റെ ഉള്ളിലാണ് എല്ലാം ഓടുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും പാരൻ്റ് ഒബ്ജക്റ്റ് ആയിട്ടുള്ള വിൻഡോ ആണ് വിളിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഈ ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതല്ല. ഈ ദിസ് ഇപ്പോൾ ഇവിടെ ഇത് മൈ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലാണ് ഇത് എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇത് എവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതല്ല ദിസ്, അതിനനുസരിച്ചിട്ടല്ല ദിസ് വരുന്നത്. നേരെ മറിച്ച് ആര് വിളിക്കുമ്പോൾ നമ്മൾ എന്ത് കോണ്ടെക്സ്റ്റാണോ കൊടുക്കുന്നത് അതാണ് ദിസ്. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഡോട്ട് C എന്ന് പറഞ്ഞ് അങ്ങനെ വല്ല വിളിക്കുകയാണ്, ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് വിളിക്കുകയാണെങ്കിൽ അതിന് വിളിക്കുമ്പോൾ തന്നെ ഈ ജാവാസ്ക്രിപ്റ്റിന് അറിയാം കോണ്ടെക്സ്റ്റ് ഡോട്ടിൻ്റെ ഇപ്പുറത്തുള്ള സാധനമാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഡോട്ടിൻ്റെ ഇപ്പുറത്തൊന്നും ഇല്ലെങ്കിൽ അവനെന്ത് ചെയ്യും? വിൻഡോ ആയിരിക്കും അതിൻ്റെ കോണ്ടെക്സ്റ്റ്. അപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ആരോ ഫംഗ്ഷൻ്റെ വരവ്. ആരോ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതിയ സ്ഥലത്തിനനുസരിച്ചിട്ടാണ് കോണ്ടെക്സ്റ്റ് വരിക. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷന് പകരം ആരോ ഫംഗ്ഷൻ ആക്കിയെന്ന് വിചാരിച്ചു. മനസ്സിലായി? അപ്പോൾ ഇത് എഴുതിയ കോണ്ടെക്സ്റ്റ് ഏതാണ്? അപ്പോൾ നമ്മൾ വിചാരിക്കും എഴുതിയ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റ് ആണെന്ന്. ഒബ്ജക്റ്റ് അല്ല എഴുതിയ കോണ്ടെക്സ്റ്റ്. ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ കോണ്ടെക്സ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പാരൻറ്റ് ഫംഗ്ഷൻ്റെ കോണ്ടെക്സ്റ്റാണ് ഒരു ഫംഗ്ഷൻ്റെ കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഇതിൻ്റെ പാരൻറ്റ് ഫംഗ്ഷൻ ഏതാണ്? പാരൻറ്റ് ഒബ്ജക്റ്റ് ഇതാണ്. അതിൻ്റെ പാരൻ്റായിട്ട് ഫംഗ്ഷനൊന്നുമില്ല. പാരൻ്റായിട്ട് ഫംഗ്ഷൻ ഒന്നുമില്ലെങ്കിൽ വിൻഡോ ആണ് നമ്മുടെ ഏറ്റവും ടോപ്പ് ലെവൽ ഒബ്ജക്റ്റ്. മനസ്സിലായി? അപ്പോൾ ഈ ആരോ ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നത് വിൻഡോയിലാണ്. അപ്പോൾ നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോ തന്നെ പ്രിൻറ്റ് ചെയ്യും.
ആരോ ഫംഗ്ഷൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതിയതിനനുസരിച്ചിട്ടുണ്ട് കോണ്ടെക്സ്റ്റ്. അപ്പോൾ നമ്മളിത് എ വിളിച്ചാലും മൈ ഒബ്ജക്റ്റ് ഡോട്ട് സി എങ്ങനെ വിളിച്ചാലും ശരി, ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എഴുതിയ സ്ഥലത്തിൻ്റെ കോണ്ടെക്സ്റ്റാണ്. എഴുതിയ സ്ഥലത്തിൻ്റെ കോണ്ടെക്സ്റ്റ് പറഞ്ഞാൽ ഇതിൻ്റെ പാരൻറ്റ് ഫംഗ്ഷൻ്റെ കോണ്ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ദിസിൻ്റെ ഒരു അർത്ഥം. ഓക്കെ, സാധാരണ അനോണിമസ് നോർമൽ ഫംഗ്ഷനോ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലെങ്കിൽ വിളിക്കുന്ന കോണ്ടെക്സ്റ്റാണ് ദിസ്. ഇനി ആരോ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നെങ്കിൽ അത് എഴുതിയിരിക്കുന്ന കോണ്ടെക്സ്റ്റാണ് ദിസ്. ഓക്കെ, ഇനി നമുക്ക് ആരോ ഫംഗ്ഷൻ മാറ്റിയിട്ട് സാധാരണ ഫംഗ്ഷൻ നടത്താം. ഇപ്പോൾ നമ്മൾ എ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത് പ്രകാരം വിൻഡോ തന്നെയാണ് നമ്മുടെ കോണ്ടെക്സ്റ്റ് അല്ലേ? അതെ. ഇനി നമുക്ക് വേറൊരു ഒബ്ജക്റ്റ് എഴുതാം, യുവർ ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ, ഈ എ എന്നുള്ള ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ഈ സീനെ വിളിക്കും വേണം. പക്ഷേ ദിസ് ഈ മൈ ഒബ്ജക്റ്റ് പ്രിൻ്റ് ചെയ്യും വേണമെങ്കിൽ നമുക്കൊരൊറ്റ വഴിയേ ഉള്ളൂ. എല്ലാ ഫംഗ്ഷനും കോൾ എന്ന് പറഞ്ഞൊരു ഇന്നർ ഫംഗ്ഷനുണ്ട്. ഇപ്പോൾ എ ഡോട്ട് കോൾ ഏത് കോണ്ടെക്സ്റ്റാണ് വേണ്ടത്? മൈ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ് വിളിച്ചാൽ മതി. ഓക്കെ, കണ്ട വിളിക്കുമ്പോൾ തന്നെ കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ കോളാണ് കോൾ. മനസ്സിലാവും. നമുക്ക് ഇഷ്ടമുള്ള കോണ്ടെക്സ്റ്റോട് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളിപ്പോൾ മൈ ഒബ്ജക്റ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്, യുവർ ഒബ്ജക്റ്റ് വെച്ചു എന്ന് വിചാരിച്ചു. യുവർ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞിട്ട് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ യുവർ ഒബ്ജക്റ്റാണ് ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എത്രയാണ്? യുവർ ഒബ്ജക്റ്റാണ്. മനസ്സിലായി. അപ്പോൾ വിളിക്കുമ്പോൾ തന്നെ നമുക്ക് കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വിളിക്കുമ്പോഴല്ല, നമുക്ക് എഴുതുമ്പോൾ തന്നെ ഒരു കോണ്ടെക്സ്റ്റ് സ്ഥിരമായിട്ട് സെറ്റ് ചെയ്യണം. മനസ്സിലായി. എഴുതുമ്പോൾ തന്നെ ആ ഫംഗ്ഷൻ്റെ കോണ്ടെക്സ്റ്റ് ഇതാണ് ഉറപ്പിക്കണം. മാറാൻ പാടില്ല. ആരെങ്ങനെ വിളിച്ചാലും അതിൻ്റെ കോണ്ടെക്സ്റ്റ് മാറാൻ പാടില്ല. ഓക്കെ, എങ്ങനെ നിങ്ങൾ വേണമെങ്കിൽ വിളിച്ചോ, പക്ഷേ അതിൻ്റെ കോണ്ടെക്സ്റ്റ് എപ്പോഴും ഇത് തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബൈൻഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫംഗ്ഷൻ എടുത്തിട്ട് മൈ ഒബ്ജക്റ്റ് ഡോട്ട് സി ഈക്വൽ ടു മൈ ഒബ്ജക്റ്റ് ഡോട്ട് സി തന്നെ അതിനെ ബൈൻഡ് ചെയ്യാം. മൈ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ബൈൻഡ് ചെയ്തെന്ന് വിചാരിച്ചോ. അതായത് ഇപ്പോൾ നമ്മൾ മൈ ഒബ്ജക്റ്റോട് ഈ ഫംഗ്ഷൻ്റെ സി എടുത്തു. സി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്ന ഫംഗ്ഷൻ, അതിലോട്ട് ഈ മൈ ഒബ്ജക്റ്റ് ഡോട്ട് സി എടുത്തിട്ട് അതിനെ ബൈൻഡ് ചെയ്യുക. ബൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പുതിയ ഫംഗ്ഷൻ ഉണ്ടാക്കുകയാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ കോണ്ടെക്സ്റ്റ് എപ്പോഴും എന്തായിരിക്കും? ഈ മൈ ഒബ്ജക്റ്റ് തന്നെയായിരിക്കും. മനസ്സിലായില്ലേ? ഇനി നമ്മൾ വാർ കേസ് ഈക്വൽ ടു മൈ ഒബ്ജക്റ്റ് ഡോട്ട് സി നമുക്ക് കെ വിളിച്ചാലും ഇപ്പോൾ കോണ്ടെക്സ്റ്റ് വിളിക്കുമ്പോൾ നമ്മളൊരു കോണ്ടെക്സ്റ്റും കൊടുത്തിട്ടില്ല. അപ്പോൾ വിൻഡോ ആണ് നമ്മൾ നേരത്തെ പ്രിൻ്റ് ചെയ്തത്, പക്ഷേ അത് ബൈൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ റിഫ്രഷ് ചെയ്യുമ്പോൾ കറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ ബൈൻഡ് എന്ന് പറഞ്ഞ ഇപ്പോൾ നമ്മൾ രണ്ട് ഇത് പഠിച്ചു, ഒന്ന് ബൈൻഡും ഒന്ന് കോളും. കോൾ എന്ന് പറയുമ്പോൾ വിളിക്കുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണ്. വിളിക്കുമ്പോൾ നമുക്ക് കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം, കോളിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്തിട്ട്. മറ്റേത് ബൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ എഴുതുമ്പോൾ നമുക്ക് അതിൻ്റെ കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പം പിന്നെ ആരെങ്ങനെ വിളിച്ചാലും മാറത്തില്ല. ഓക്കെ, പിന്നെ കോളിനെ പോലെ തന്നെ വേറെ സാധനമുണ്ട്, അപ്ലൈ. കോളും അപ്ലൈയും സെയിം ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് പഠിക്കാം. മൈ ഒബ്ജക്റ്റ്, അപ്പോൾ ഇതിനകത്തൊരു ആർഗ്യുമെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കും. നമ്മൾ പ്രിൻ്റ് ചെയ്യാം. കെ വിളിച്ചു. അപ്പോൾ റിഫ്രഷ് ചെയ്ത് എന്താ വിൻഡോ ആണ് ഇവിടെ പ്രിൻ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ ചെയ്യുമ്പോൾ കോൾ ചെയ്തു. ഇപ്പോൾ മൈ ഒബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു രീതി ഇങ്ങനെയാണ് റിഫ്രഷ് ചെയ്തു. ഈ ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്ക് നമ്മൾ കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തതായിരിക്കും ദിസ് പ്രിൻ്റ് ചെയ്യുക. അപ്ലൈയും കൊടുക്കാം. അപ്ലൈ കൊടുത്താൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ആർഗ്യുമെൻറ്റ് 1 2 എന്ന് കൊടുക്കുക. സെക്കൻഡ് ആർഗ്യുമെൻറ്റ് അറേ ആയിരിക്കണം. അത്രേ ഉള്ളൂ. ആർഗ്യുമെൻറ്റ് അറേ ആയിരിക്കണം. മനസ്സിലായി? മറ്റേതെന്ന് വെച്ചാൽ കോമ ടു കോളാണെങ്കിൽ നമ്മൾ ആർഗ്യുമെൻറ്റ് കോമ ടു കൊടുക്കും. അപ്ലൈ ആണെങ്കിൽ നമ്മൾ സെക്കൻഡ് ആർഗ്യുമെൻറ്റ് അറേ ആയിരിക്കും. അറേയുടെ ഉള്ളിൽ നമുക്ക് ആർഗ്യുമെൻറ്റ് കോമ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് എ എന്ന് പറഞ്ഞ അറേ ആണല്ലോ. അങ്ങനെ അപ്ലൈ ആകുമ്പോൾ അറേ, അല്ലെങ്കിൽ കോളാണെങ്കിൽ ആർഗ്യുമെൻറ്റ് കോമ ഇട്ട് കൊടുക്കും. ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കുന്ന ആളുടെ കോണ്ടെക്സ്റ്റാണ് സാധാരണ ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ. ആരോ ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ബൈൻഡിനും അതിനൊന്നിനും ഒരു കാര്യമില്ല. ബൈൻഡ് ആയാലും കോളായാലും അപ്ലൈ ആയാലും ഒരു കാര്യമില്ല. നമ്മൾ അതെവിടെയാണോ എഴുതിയിരിക്കുന്നത് അതിൻ്റെ കോണ്ടെക്സ്റ്റ് ആയിരിക്കും ആരോ ഫംഗ്ഷൻ ഉണ്ടാവുക.
അത് കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി ഒരു പുതിയ എക്സാമ്പിളായിട്ട് ക്ലാസ് പറയാം. ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യും. ക്ലാസ് മൈ ക്ലാസ്. ഓക്കെ, ഇങ്ങനെ ക്ലാസ്. അതിനകത്തൊരു മൈ ഫംഗ്ഷൻ. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒബ്ജക്റ്റ്, ഞാൻ നേരത്തെ കാണിച്ച പോലെ നേരിട്ടിട്ടൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യാം. എന്നിട്ട് ന്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാം. അതായത് ഒരു ഒബ്ജക്റ്റിന് അങ്ങനെ വേറെ ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ന്യൂ മൈ ക്ലാസ്. ഓക്കെ, ഇനി ഒബ്ജക്റ്റ് ഡോട്ട്, ഇപ്പോൾ ഇവിടെയും സെയിം തന്നെയാണ്. ഒബ്ജക്റ്റ് ഡോട്ട് മൈ ഫംഗ്ഷൻ എന്ന് വിളിച്ച് കഴിഞ്ഞാൽ ഇത് കോണ്ടെക്സ്റ്റ് ഏതാണ്? ഇതാണ് ക്ലാസ്. ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒബ്ജക്റ്റ്. ഇത് ഒബ്ജക്റ്റാണ്. അപ്പോൾ നമ്മൾ ക്ലാസ് കൊടുത്തുകൊണ്ട് ആ ക്ലാസ്സിൻ്റെ പേരും കൂടി ഒബ്ജക്റ്റിന് മുന്നിൽ പ്രിൻറ്റ് ചെയ്തു എന്ന് മാത്രം. ഇതൊരു ഒബ്ജക്റ്റ് തന്നെയാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വേറെ വേരിയബിൾ ഉണ്ടാക്കാം. var a is equal to obj ഡോട്ട് മൈ ഫംഗ്ഷൻ ആക്കി, എന്നിട്ട് a വിളിച്ചാൽ എന്ത് പറ്റും? അൺഡിഫൈൻഡ്. ക്ലാസ്സിൻ്റെ ഉള്ളിലാണെങ്കിൽ വിൻഡോ പ്രിൻ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ കണ്ട എക്ക് സാധാരണ ഒരു ഒബ്ജക്റ്റ് എഴുതിയ സമയത്ത് കോണ്ടെക്സ്റ്റ് നമ്മളൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ അത് വിൻഡോ ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് നമ്മളൊരു കോണ്ടെക്സ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അൺഡിഫൈൻഡ് ആണ് പ്രിൻ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? നമുക്ക് വേണമെങ്കിൽ മറ്റേ നേരത്തെ പോലെ തന്നെ ഡോട്ട് കോൾ എല്ലാം ഇവിടെ തന്നെ ചെയ്യാം. obj കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് മൈ ക്ലാസ് കൊണ്ട് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മൈ ഫംഗ്ഷനെ ബൈൻഡ് ചെയ്യാം. ഇതന്നെ പ്രിൻ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ ഈ മൈ ഫംഗ്ഷന് പകരം നമ്മൾ ആരോ മാർക്ക് കൊടുത്തെങ്കിൽ ഇവിടെയാണ് ആരോ മാർക്ക് കുറച്ചും കൂടി സ്കോർ ചെയ്യണത്. മനസ്സിലായില്ലേ? ഓക്കെ, ഇവിടെ ആരോ ഫംഗ്ഷൻ കൊടുത്തെന്ന് വിചാരിച്ചാൽ ഏത് വേരിയബിളിലോട്ട് എങ്ങനെ അസൈൻ ചെയ്താലും അത് മൈ ക്ലാസ് ആണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്. കാരണം ഇതിൻ്റെ പാരൻറ്റ് കോണ്ടെക്സ്റ്റ് ഏതാണ്? ക്ലാസ്സാണ്. മനസ്സിലായില്ല? അപ്പോൾ ഇത് എഴുതിയിരിക്കുന്ന കോണ്ടെക്സ്റ്റ് ഈ മൈ ക്ലാസ്സാണ്. അപ്പോൾ പിന്നെ ഏത് വേരിയബിളിലോട്ട് എങ്ങനെ അസൈൻ ചെയ്താലും എവിടെ നിന്ന് അസൈൻ ചെയ്താലും ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എപ്പോഴും മൈ ക്ലാസ് ആയിരിക്കും. മൈ ക്ലാസ് ആക്കി m/c ഡോട്ട് മൈ ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ മൈ ക്ലാസ് ആണ് വരുന്നത്. നമ്മളതൊരു വേരിയബിളിലോട്ട് നമ്മൾ അസൈൻ ചെയ്യണം. കോൺസ്റ്റ് എന്നിട്ട് കെ വിളിച്ചാൽ എന്ത് പറ്റും? കെ വിളിച്ചാലും മൈ ക്ലാസ് തന്നെയാണ് വരുന്നത്. മനസ്സിലായി? ആരോ ഫംഗ്ഷൻ ക്ലാസ്സുകൾക്കുള്ളിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൺട്രോൾ കിട്ടും. കാരണം നമ്മൾ അതിനകത്തുള്ള ദിസ് എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ ഒബ്ജക്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ അതാണ് ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഫംഗ്ഷൻ ആണെങ്കിൽ വിളിക്കുന്ന കോണ്ടെക്സ്റ്റാണ്. വിളിക്കുന്ന കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യാൻ ഒന്നല്ലെങ്കിൽ ഡോട്ട് ഓപ്പറേറ്റർ വിളിച്ചിട്ടാണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ, ഒബ്ജക്റ്റിൻ്റെ ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് വിളിക്കുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റാണ് കോണ്ടെക്സ്റ്റ്. നമുക്ക് ഡോട്ട് ഓപ്പറേറ്റർ ഒന്നുമില്ല, നമുക്കൊരു വേരിയബിളാണ് വിളിക്കുന്നതെങ്കിൽ നമുക്ക് കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കോൾ വിളിക്കാം, അപ്ലൈ വിളിക്കാം. അല്ല, കോണ്ടെക്സ്റ്റ് വിളിക്കുമ്പോഴല്ല സെറ്റ് ചെയ്യേണ്ടത്, നമുക്ക് നേരത്തെ കൂട്ടി സെറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻ എടുക്കുക, അത് ബൈൻഡ് ചെയ്യുമ്പോൾ ആർഗ്യുമെൻ്റ് ആയിട്ട് ആരുമായിട്ട് ബൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ ആ ഫംഗ്ഷൻ വിളിക്കുമ്പോഴൊക്കെ ആ കോണ്ടെക്സ്റ്റ് ആയിരിക്കും. ആരോ ഫംഗ്ഷൻ ആണെങ്കിൽ അത് എഴുതിയ കോണ്ടെക്സ്റ്റ് ആയിരിക്കും ദിസ്. ഓക്കെ, നമുക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.